ശരി, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സഹായ വസ്തുക്കൾ എത്തിക്കുന്ന അതവിടെ ശേഖരിച്ചു വെക്കുന്ന കൽപ്പറ്റ കളക്ഷൻ സെന്ററിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സലാം മുഹമ്മദ് ചേരുന്നുണ്ട്. സലാം, വലിയ സഹായം അവിടെ ആ ഭാഗങ്ങളിലേക്കൊക്കെ ആവശ്യമുണ്ട്. സ്വാഭാവികമായും കേരളം ഒറ്റ മെയ്യായി ഇപ്പോൾ പല ദുരന്തങ്ങളും ഒരുമിച്ച് നിന്ന് അതിജീവിച്ചവരാണ് നമ്മൾ. ആ നിലക്ക് വയനാടിനൊപ്പം ഉണ്ട് കേരളം മാത്രമല്ല, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വയനാട്ടിലേക്ക് സഹായ ഹസ്തങ്ങൾ നീളുന്നുണ്ട്. അപ്പോൾ കൽപ്പറ്റയിലെ കളക്ഷൻ സെന്ററിൽ ഏതെല്ലാം തരത്തിലുള്ള സഹായങ്ങൾ നിലവിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്? അതെങ്ങനെയാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ എത്തിക്കുന്നത്? സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ കേരളം ഒരു മെയ്യായി നിന്നതിന്റെ ഒരു ഫലം തന്നെയാണ് ഇവിടെ കാണുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവശ്യ വസ്തുക്കൾ, അതായത് ഈ ക്യാമ്പുകളിലേക്ക് എത്തിക്കാനുള്ള അവശ്യ വസ്തുക്കളൊക്കെ തന്നെ ഈ കളക്ഷൻ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികളാണ് ഇതൊക്കെ തന്നെ തരംതിരിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഇവർ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ആ രീതിയിൽ സകല മെയ്യും മറന്ന് ഒറ്റക്കെട്ടായി ഈ ദുരന്തമുഖത്തും ആശ്വാസം പകരുന്ന അല്ലെങ്കിൽ ആത്മവിശ്വാസം നൽകുന്ന കാഴ്ചകൾ തന്നെയാണ് കളക്ഷൻ പോയിന്റിലൊക്കെ തന്നെ കാണുന്നത്. ഈ അടുത്ത കോളേജുകളിലൊക്കെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ നേതൃത്വത്തിലാണ് ഈ സാധനങ്ങൾ തരംതിരിക്കുന്നത്, ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള തരംതിരിക്കൽ അടക്കമുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്. എന്തായാലും ഇവരുടെ നേതൃത്വത്തിൽ വലിയ ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. ഇപ്പോൾ നിരവധി വസ്തുക്കൾ, ഈ ആവശ്യമായ സാധനങ്ങളൊക്കെ തന്നെ ഈ കളക്ഷൻ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ കളക്ഷൻ പോയിന്റിൽ നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയുന്നത് ഇവിടെ ഇനി കുടിവെള്ളം വേണ്ട എന്നുള്ളതാണ്. നമ്മളോടൊപ്പം ഒരു ഉദ്യോഗസ്ഥൻ, ഈ കളക്ഷൻ പോയിന്റിന് ചാർജുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചേരുന്നുണ്ട്. സാർ, എങ്ങനെയുണ്ട് സാധനങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് സാധനങ്ങളൊക്കെ എത്തി. ഇനിയിപ്പം ഇതെല്ലാം സോർട്ട് ചെയ്യണം. സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ കുറവുണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഈ പ്രധാനമായിട്ടും കുറവുള്ളതെന്ന് വെച്ചാൽ പച്ചക്കറികൾ അധികം എത്തിയിട്ടില്ല, അതൊരു കുറവാണ്. പിന്നെ കുടിവെള്ളം ധാരാളം എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിനുള്ള ഉണ്ട്. ഇപ്പം കുടിവെള്ളത്തിന്റെ ആവശ്യമില്ല. കുടിവെള്ളത്തിന്റെ ആവശ്യം ഇനി വേണ്ടി വരും തോന്നുന്നില്ല. ഒരുപാട് ഇരിപ്പുണ്ട്. ഒത്തിരി ബോട്ടുകൾ വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ക്യാമ്പുകളിലേക്ക് അവർ ആവശ്യപ്പെടും. ഇന്ന സാധനങ്ങൾ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ട് അവർ വണ്ടിയായിട്ട് വന്നിട്ട് ഇല്ലെങ്കിൽ ലിസ്റ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് അവിടെ എത്തിച്ചു കൊടുക്കും. അങ്ങനെയാണ്. ആ രീതിയിലാണ്. അതെ. ഏതായാലും ഈ ക്യാമ്പുകളിലേക്ക് ഇവിടെ നിന്നാണ് വസ്തുക്കൾ എത്തിക്കുന്നത്. ആ പ്രവർത്തനം, അല്ലെങ്കിൽ ഈ ക്യാമ്പുകളിൽ നിന്നും വാഹനം എത്തി ഇവിടെ നിന്നും ഈ തരംതിരിച്ച വസ്തുക്കളൊക്കെ തന്നെ ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ നിരവധി ആളുകൾ ഈ സന്നദ്ധമായിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സ്വയം സന്നദ്ധത കാണിച്ചുകൊണ്ട് തന്നെ ആളുകൾ എത്തിയിട്ടുണ്ട്. മാഡം, ഈ ഇവിടെ വന്നത് ഈ ഹെൽപ്പിന് വേണ്ടി? അതെ, ക്യാമ്പിന്റെ ഹെൽപ്പിന് വേണ്ടിയിട്ട് വന്നതാണ്. വർക്ക് ചെയ്യുന്നത് നമ്മൾ LSTD കളക്ടറേറ്റിൽ കൺട്രോൾ റൂമിലാണ്. ഇപ്പോൾ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്നു മാത്രം. എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും? ഇല്ല, നമ്മളിവിടെ ഡാറ്റ എൻട്രി ചെയ്യുന്നു. നമ്മൾ കുറച്ച് ഓഫീസേഴ്സ്, റവന്യൂൻ്റെ സ്റ്റാഫാണ് മെയിനായിട്ട് ഇവിടെ ചെയ്തിരുന്നത്. ബാക്കി എൻട്രി ചെയ്യാനുണ്ട്. വന്നിരിക്കുന്ന എല്ലാ സാധനങ്ങളും അതിനനുസരിച്ച് സോർട്ട് ചെയ്തിട്ട് വെക്കാനും ഉണ്ട്. ആ രീതിയിൽ നിരവധി ആളുകൾ സ്വയം സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ക്യാമ്പുകളിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ കളക്ഷൻ പോയിന്റിലേക്ക് എത്തുന്നു. അവരെ കൊണ്ട് പറ്റുന്ന പ്രവൃത്തികൾ ചെയ്യുന്നു, പറ്റുന്ന സഹായം ചെയ്യുന്നു. ആ രീതിയിലാണ് ഈ ഇവിടുത്തെ കൽപ്പറ്റയിൽ നിരവധി 10ഓളം കളക്ഷൻ പോയിന്റുകൾ ഉണ്ടെന്നാണ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറഞ്ഞത്. അവിടെ നിരവധിയായ വസ്തുക്കൾ ഇപ്പോൾ ഞങ്ങൾ ഈ സ്ഥലത്തെത്തിയപ്പോൾ തന്നെ കാസർഗോഡ്, തൃശ്ശൂർ അടക്കമുള്ള വിവിധ ജില്ലകളിൽ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഈ ആളുകൾ ശേഖരിച്ച വസ്തുക്കളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കളക്ഷൻ സെന്ററിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നിരവധി വസ്തുക്കൾ ഓരോ ക്ലാസ് റൂമുകളിലും നിറഞ്ഞിരിക്കുന്ന രീതിയിൽ വസ്തുക്കളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാ ക്യാമ്പുകളിലേക്കും എത്തിക്കാൻ കഴിയുന്ന രീതിയിൽ, എല്ലാവർക്കും സഹായം നൽകാവുന്ന രീതിയിലേക്കുള്ള സാധനങ്ങളും സാമഗ്രികളും ഒക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ ആഹാര വസ്തുക്കളാണ്, അതായത് ഭക്ഷ്യവസ്തുക്കളാണ് ഈ ക്യാമ്പുകളിലേക്ക് എത്തിക്കാനുള്ള. ആ സാധന സാമഗ്രികളൊക്കെ തന്നെ ഇപ്പോൾ നിലവിലുണ്ട് എന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഷോർട്ടേജ് വസ്തുക്കളുടെ കാര്യത്തിലില്ല എന്നൊക്കെ തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ആ രീതിയിൽ വലിയ സഹായം, അല്ലെങ്കിൽ കേരളം ഇരുമയ്യായി നിന്നതിന്റെ പരിണിത ഫലം തന്നെയാണ്. അല്ലെങ്കിൽ ഈ ഒരു ദുരന്തമുഖത്തും ഈ ആളുകൾക്ക്, അല്ലെങ്കിൽ ദുരിതബാധിതർക്കും മറ്റുള്ളവർക്കും ഒക്കെ തന്നെ വലിയ ആത്മവിശ്വാസം നൽകുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് ഈ കളക്ഷൻ സെന്ററിൽ എമ്പാടും കാണുന്നത്. അവശ്യ വസ്തുക്കൾ ഈ രാത്രിയിലും, ഇപ്പോൾ നേരത്തെ ഒരു ഡ്രൈവർ നമ്മളോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് രാത്രിയിലടക്കം ഈ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അദ്ദേഹം കാസർഗോഡ് നിന്ന് വന്നതാണ്, ആ രീതിയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും വസ്തുക്കൾ ശേഖരിച്ചുകൊണ്ട് ആളുകളുടെ വലിയ സഹായം ലഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ